നമസ്തേ, എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് ഇൻകം ടാക്സ് 2025 അനുസരിച്ചിട്ട് പ്രിസംപ്റ്റീവ് ടാക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ വാട്ട് ഈസ് എ പ്രിസംപ്റ്റീവ് ടാക്സ് ഇറ്റ്സെൽഫ്? പുതിയ ആക്ട് അനുസരിച്ച് സെക്ഷൻ 58, 1, 2, 3 എന്നീ സെക്ഷനിലാണ് പ്രിസംപ്റ്റീവ് ടാക്സിനെ കുറിച്ച് പറയുന്നത്. പ്രിസംപ്റ്റീവ് ടാക്സ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കണക്കുകളൊക്കെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കണം. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ട് അതിലാണ് പോകുന്നത്. പക്ഷേ പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് ഇൻകം നമ്മൾ ഓഫർ ചെയ്യുന്ന പോലെയാണ് അത് ചെയ്യുന്നത്. സോ 58(1) നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരുന്ന ചില ആൾക്കാർക്ക് നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൽ എത്രയാണ് ലിമിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം 2 കോടി വരെ നമ്മൾ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സിന് പ്രിസംപ്റ്റീവ് ടാക്സിൽ നമുക്ക് ഫയൽ ചെയ്യാം. 2 കോടി വരെ ടേൺ ഓവറോ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ്സോ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ 2 കോടി വരെ നമുക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ ചെയ്യാം. ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം, ഒരു ഓഡിറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലാത്ത പക്ഷം 3 കോടി വരെ ടേൺ ഓവറും നമുക്ക് 5% ഓഫ് ദ റെസീറ്റ്സ് ക്യാഷിലല്ലാണ്ട് കിട്ടുന്നത്, അതായത് എല്ലാം നമുക്ക് ബാങ്ക് ത്രൂ തന്നെ വരികയാണെങ്കിൽ 5% റെസീറ്റ്സ് ക്യാഷ് ത്രൂ അല്ലാണ്ട് ബാങ്ക് ത്രൂ തന്നെ വരികയാണെങ്കിൽ, അതായത് എല്ലാ റെസീറ്റ്സും നമുക്കിപ്പം ബാങ്ക് ത്രൂ തന്നെ വരികയാണെങ്കിൽ 3 കോടി വരെ ആണെങ്കിൽ വരെയും നമുക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ ഫയൽ ചെയ്യാം. അതായത് നോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് റിക്വയർഡ് ഫോർ ദാറ്റ് വൺ. ഇനി 58(2) പ്രകാരം പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ എത്രയാണ് അതിൻ്റെ സ്ലാബ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഹോൾ തിങ്സ് ബാങ്കിൽ ത്രൂ ആണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പം ബാങ്കിലെ അക്കൗണ്ട്സ് ത്രൂ ആണ് എല്ലാം നമ്മുടെ ടേൺ ഓവർ ആയാലും ഗ്രോസ് റെസീറ്റ്സ് ആയാലും എല്ലാം വരുന്നത്, ബിസിനസ്സിൻ്റെ റെസീറ്റ്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 6% നമ്മൾ ഇൻകമായിട്ട് നമ്മൾ ഓഫർ ചെയ്യും. ഇപ്പോൾ 100 രൂപയാണ് നമ്മുടെ ബാങ്കിൽ വരുന്നതെങ്കിൽ 6 രൂപ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ നമ്മൾ ഇൻകമായിട്ട് ഓഫർ ചെയ്യും. ആ 6 രൂപേൻ്റെ മുകളിൽ എത്രയാണോ ടാക്സ് വരുന്നത് അത് നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അതായത് സ്ലാബ് റേറ്റ് അനുസരിച്ച് ബാധ്യസ്ഥനായിട്ട് വരും. പിന്നെ ഇപ്പം നമ്മൾ ഹോൾ ബാങ്ക് ത്രൂ അല്ലാണ്ട് വരുന്നത്, അതായത് 3 കോടിയിൽ നമ്മൾ പറയുന്നത് 5% ക്യാഷ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ചെയ്യണം, അതായത് ഹോൾ ഇതിലല്ലാണ്ട് ചെയ്യുന്നത്. സോ അപ്പം ഹോൾ ബാങ്ക് ത്രൂ അല്ലാണ്ട് വരികയാണെങ്കിൽ അത് 8% റേറ്റ് ആവും. സോ ബാങ്കിൽ എല്ലാ റെസീറ്റ്സും, അതായത് ബാങ്കിലെ റെസീറ്റ്സ് എല്ലാം 6%ഉം ബാങ്കിൽ വരുന്ന അല്ലാത്ത എല്ലാം 8% വെച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എത്രയാണോ സ്ലാബ് റേറ്റ് വരുന്നത് ആ റേറ്റാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു 58(1) നമ്മൾ വരുമ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്നില്ല. പക്ഷേ വേറൊരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് കിട്ടില്ല. അതായത് ബിസിനസ്സിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു സാലറി കൊടുത്താലോ അതൊന്നും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് അസറ്റ് അതിൻ്റെ വില കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഡീം ടു ബി യൂസ്ഡ് എന്നാണ് വരിക. അതായത് നമ്മൾ യൂസ് ചെയ്ത മാതിരി തന്നെ വരികയും ചെയ്യും. പക്ഷെ നമുക്ക് അതിൻ്റെ അസറ്റ് വാല്യൂ, അതിൻ്റെ യൂസേജ് വാല്യൂ, ഡിപ്രീഷ്യബിൾ വാല്യൂ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ആയിരിക്കില്ല. എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ഇൻകത്തിൻ്റെ മുകളിൽ മാത്രം ആ പെർസെൻറ്റേജ് ഓഫ് ഇത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടക്കുന്ന രീതിയാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ രീതി എന്ന് പറഞ്ഞ് വരുന്നത്. ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ രീതിയിൽ നമ്മൾ ഏജൻസി സപ്ലൈക്ക് ബാധകമല്ല കേട്ടോ. അതായത് ഏജൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മളൊരു ബിസിനസ്സോ പ്രൊഫഷനോ ആണെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പം നമ്മളുടെ സാധാരണഗതിയിലുള്ള ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൂടി 2 രൂപ മാത്രമേ എക്സ്പെൻസ് ഉണ്ടായിട്ടുള്ളൂ. 98 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എങ്കിൽ ഈ 8% നമ്മൾ ഈ 98 രൂപേനെക്കാട്ടി മുകളിലായിരിക്കണം. 98 രൂപയോ 8%ഓ ഏതാ മുകളിലെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ഫയൽ ഉണ്ടാകുക. അതായത് 98 രൂപയാണ് നമ്മുടെ മുകളിൽ വരുന്നതെങ്കിൽ ഹയർ റേറ്റ് എങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ബുക്സ് വെച്ചിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും. സോ വിച്ച് എവർ ഈസ് ഹയർ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ബിസിനസ്സിലെ കാര്യങ്ങൾ. ഇനി 58(2) ലോറി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 ലോറി വരെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ലോറിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നത് ഹെവി വെഹിക്കിളും നോൺ ഹെവി വെഹിക്കിൾ എന്ന് പറയുന്നത്. അത് RTO ആക്ട് പ്രകാരം എന്താണോ ഹെവി വെഹിക്കിൾ എന്ന് പറയുന്നത് 12,000 വെയിറ്റ് ഉള്ള ലോറികളെ ഹെവി വെഹിക്കിൾസ് ആയിട്ട്, ലോഡുള്ള വെഹിക്കിളെ ഹെവി വെഹിക്കിൾസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ട RTO ആക്ടിൽ. അത് താഴെയുള്ള നോൺ ഹെവി വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഹെവി വെഹിക്കിളും നോൺ ഹെവി വെഹിക്കിളും 10 അല്ലെങ്കിൽ 10 താഴെയോ മാത്രമുള്ളവർക്ക് പ്രിസംപ്റ്റീവ് റേറ്റ് ഓഫ് ടാക്സേഷനിൽ നമുക്ക് ഫയൽ ചെയ്യാം. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും വെക്കേണ്ട, ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് കാണിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റേറ്റ് എത്രയെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം നോൺ ഹെവി വെഹിക്കിൾ, അതായത് ഹെവി വെഹിക്കിൾ അല്ലാത്തൊരു ഗുഡ്സ് ആണെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ലോറീൻ്റെ മുകളിൽ 7,500 രൂപ ഒരു മാസത്തേക്ക്, അതായത് 12 മാസത്തേക്ക് 7,500 × 12 ഇൻറ്റു 2 ലോറി അല്ലെങ്കിൽ ഇൻറ്റു 2 അതായിരിക്കും നമ്മുടെ ഇൻകമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 7,500 ഇൻറ്റു 12 മാസം ഇൻറ്റു 2 ലോറിയാണ് ഉള്ളതെങ്കിൽ. പക്ഷേ 10 ലോറിക്ക് മേലെയാണെങ്കിൽ ഇത് പറ്റില്ല, ബുക്സ് കീപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്ത് പോകണം. ഇനി നമ്മുടെ ഇപ്പോൾ ഹെവി വെഹിക്കിൾ ആണെന്ന് വെച്ചു. ഹെവി വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ എത്രയാണ് വരുന്നത്? 1000 പെർ ടൺ ആണ് വരുന്നത്. 1000 പെർ ടൺ പെർ വെഹിക്കിളാണ് നമുക്ക് വരുന്നത്.
സോ നമ്മൾ 12,000 ആണ് നമ്മൾ ഈ ഹെവി വെഹിക്കിളിൻ്റെ RTO ആക്ട് പ്രകാരമുള്ള റേറ്റ് വരുന്നത്. സോ 12,000 റുപ്പീസ് ആയിരിക്കും നമ്മുടെ ഒരു മാസത്തെ ഒരു ലോറീൻ്റെ റേറ്റ് വരുന്നത്. സോ 12,000 ഇപ്പോൾ നമുക്ക് 2 ലോറിയാണെങ്കിൽ 12,000 × 12 × 2 അതായിരിക്കും നമ്മുടെ റേറ്റ് വരിക. സോ അപ്പം നമ്മൾ ലോറീൻ്റെ കേസിലായാലും 10 ലോറിയിൽ താഴെയാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് വെക്കാണ്ട് നമുക്ക് ഈ ഒരു റേറ്റ് കാണിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്തും ബേസിക്കലി ദ റീസൺ ഈസ് ദാറ്റ് എക്സ്പെൻസ് ഒന്നും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡ്രൈവർ ബത്ത അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ലോറിയുടെ ഡിപ്രീസിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം ആ ഒരു റേറ്റിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനോടുള്ള ലാഭം എന്ന് വെച്ചാൽ ഇത് രണ്ടിലുള്ള ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ട. നാളെ എൻ്റെ പുറത്ത് നമ്മുടെ എക്സ്പെൻസ് കാണിച്ചിട്ട് അത് എക്സ്പെൻസ് ബോഗസ് എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയക്കുകയോ അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസും അതിൻ്റെ അകത്ത് വരുമൊന്നുമില്ല. ഇനി 58(3) പ്രിസംപ്റ്റീവ് ടാക്സേഷൻ റേറ്റിൽ ഒരു ആപ്ലിക്കബിൾ റേറ്റും കൂടി വരുന്നുണ്ട്, സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട്. സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രൊഫഷൻസ് ഉള്ളവർക്ക് പ്രൊഫഷണൽസിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാണ്ട് 50% ഓഫ് ദർ ഇൻകം എത്രയാണോ നമുക്ക് വരുന്നത് ആ 50% ഓഫ് ദ ഇൻകം നമുക്ക് കാണിച്ചു പോകാം. ആ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, പിന്നെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ അങ്ങനത്തെയുള്ള ആൾക്കാർക്കൊക്കെയാണ് അത് വരുന്നത്. അവർക്ക് 44 പഴയ ആക്ട് 44 ADA എന്ന് വരെ 58(3) എന്ന് പറഞ്ഞ ആക്ടിൽ നമുക്കത് ചെയ്തു പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം കോമൺ ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പെൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കണ്ട. പിന്നെ നമുക്കിത് വൺസ് ഒരു കൊല്ലം നമുക്കിത് എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നത്തെ 5 കൊല്ലത്തിലേക്ക് അതേ റേറ്റ് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. അതായത് നമ്മൾ പ്രിസംപ്റ്റീവ് റേറ്റിൽ തന്നെയാണ് ഒരു കൊല്ലം ഈ കൊല്ലം ഫോളോ ചെയ്തെങ്കിൽ അടുത്ത കൊല്ലം നമ്മൾ പ്രിസംപ്റ്റീവ് റേറ്റിൽ തന്നെ പോകണം. അതിൻ്റെ അപ്പുറത്തെ കൊല്ലം പ്രിസംപ്റ്റീവ്, അതിന് ഇടയ്ക്ക് കയറിയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചുകൊണ്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ പോകാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ 5 കൊല്ലത്തിൽ പിന്നെ അത് ആ ഒരു റൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് അത് നമുക്കത് നഷ്ടമാവുകയും ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് നമ്മൾ എടുത്ത മാരത്തെ നമ്മൾ കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ഗുണങ്ങൾ വെച്ചാൽ നാളെ നമ്മൾ കാണിച്ചതിൻ്റെ മുകളിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസോ ഇതൊന്നും വരികയുമില്ല. നമ്മൾ കാണിച്ചത് നമ്മുടെ ഇൻകമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റുന്നതും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തൊരു റിസ്ക്കും ലയബിലിറ്റീസും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ്. പുതിയ ആക്ട് 58(1), 2, 3 എന്നുള്ള രീതിയിലാണ് വരിക. ഒന്ന് ലോറി ബിസിനസ്, ഒന്ന് സ്പെസിഫൈഡ് പ്രൊഫഷണൽസ്, ഒന്ന് സാധാരണ ബിസിനസ്സുകാർ. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. വൺസ് അഗൈൻ രതീഷ് സൈനിങ് ഓഫ്.